അത്യാവശ്യം ഇമോഷണലി കണക്റ്റഡ്. എനിക്കിതൊക്കെ കാണുമ്പോൾ എന്റെ കണ്ണൊക്കെ ഞാൻ ചോദിക്കണം, ഇപ്പൊ എന്തും ആയിക്കോട്ടെ, യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടാവും. ഈ കൊച്ചുങ്ങളെ കൊല്ലണമെന്നില്ല. നമ്മൾ പണ്ടത്തെ പോലെ രണ്ട് സൈനികരെ അടിച്ചു തീർക്കുന്നത്. ഇതിപ്പോ എന്തിനാ കൊച്ചുങ്ങളെയും സ്ത്രീകളെ കൊല്ലണമെന്നില്ല. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രോ. എന്റെ കണ്ണുകൾ, ഞാൻ എന്റെ ഉമ്മച്ചിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നത്. എനിക്ക് അത് അറിഞ്ഞു കൊടുക്കാം. ഇപ്പൊ ഞാൻ അതെന്റെ ചിലപ്പോ ഒരു കുറവായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരു ആളായതിന്റെ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവാം. പക്ഷെ അതല്ലല്ലോ ബ്രോ. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നേ. ഒരു അറ്റത്തുനിന്ന് 100 പേര് അവിടെ നിന്ന് അടിക്കും, ഇവിടെ നിന്ന് അടിക്കും. എന്നിട്ട് അത് ആരെ ജയിക്കണം, അവരെന്താന്ന് വെച്ചാൽ എഴുതിയെടുക്കോ, ഓയിലെടുക്കോ, മറ്റെടുക്കോ, മറിച്ച് എന്താന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളെ കൊല്ലണം എന്തിനാണ്? അതെന്തിനാ അങ്ങനെ ചെയ്യണത് ഇവര്? അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെ അനീതികളാണ് ബ്രോ ഈ വെറുതെ വാട്ട് എവർ ഇറ്റ് ഇസ്. ജനിച്ചു വീണ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത്. ഈ മതത്തിന്റെ പേരിൽ ഒരാൾ ചൂഷണം ചെയ്യണം ശരിയാണ്. ഇപ്പൊ ഞാൻ എന്റെ വീടിന്റെ അപ്പുറത്താണെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്, അതിന്റെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യനാണ്. അപ്പൊ ഇതിന്റെ പേരിലൊക്കെ ഒരാളെ നമ്മൾ ഒരു പറ്റത്തെ ആൾക്കാരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. നല്ലതും ചീത്ത എല്ലാത്തിലും ഉണ്ട്. ഇപ്പൊ ഒരാളിൽ തന്നെ ഇല്ലേ നല്ലതും ചീത്തതും? പെർഫെക്റ്റ് ആയിട്ട് നല്ലതെന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. എന്നിലുണ്ട് മോശമുണ്ട്, ഞാൻ അത്ര നല്ല ആളൊന്നും അല്ല, എന്നാൽ എന്നിൽ നന്മയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എല്ലാരും. അതിന്റെ പേരിൽ ഈ പറഞ്ഞ എന്തിനാണ് ചെറിയ ജീവിതം, നാളെ ആര് എഴുന്നേക്കുമെന്ന് പോലും അറിയാത്തൊരു ജീവിതത്തിലേക്ക് കിടന്ന് ഈ യുദ്ധമൊക്കെ ചെയ്ത് എന്തിനാണ്? ആരെ കാണിക്കാനാണ്? എന്താ നിങ്ങൾ നേടുക? ഈ കൊറേ പൈസ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യും? ഹ്യൂമാനിറ്റി വേണം ബ്രോ. അതിനൊക്കെ വേണ്ടി ആരെങ്കിലും ഒക്കെ ഇന്നെങ്കിലും സംസാരിക്കണ്ടേ? തീരാറായി പരിപാടി. എനിക്ക് തോന്നുന്നു ക്യാമറനാളൊക്കെ ആയി, ലോകാവസാനമൊക്കെ ആയി. ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കണ്ടേ? അതുകൊണ്ടാണ്